ഹലോ നമസ്കാരം. എല്ലാവർക്കും ഓട്ടോ എക്സ്പ്ലോർ മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ MG വിൻസർ. വിൻസറിന്റെ ഒത്തിരി റിവ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്കിലും എൻ്റെ ഈ 3 മാസത്തെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഇതിലൂടെ പറയുന്നത്. വിൻസർ ഇനി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വിൻസർ ഉള്ളവർക്കും ഇത് ഒരുപാട് പ്രയോജനപ്പെടും. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഇലക്ട്രിക് കാർ MG വിൻസർ ആണ്. ശരിക്കും ടാറ്റയും മഹേന്ദ്രയൊക്കെ പിന്തള്ളിക്കൊണ്ട് തന്നെ ആദ്യമായിട്ട് ഒരു ഇലക്ട്രിക് കാറിൽ ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി കൊണ്ടുവന്ന് ഒരു ഇലക്ട്രിക് ബൂം തന്നെയാണ് MG വിൻസറിലൂടെ സൃഷ്ടിച്ചത്. ഇത് 3 മാസം എടുത്തിട്ട് ഏകദേശം 4500 കിലോമീറ്റർ ഇതുവരെ ഓടി. എന്തായാലും കുറച്ച് ഓടിയതിനു ശേഷം റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വിൻസറിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. 38 കിലോ വാട്ടാണ് ഇതിന്റെ ബാറ്ററി പാക്ക്. ഇതിന്റെ ക്ലെയിംഡ് റേഞ്ച് പറയുന്ന 332 ആണ്. ഇതിന്റെ ഒരു യുണീക്ക് ലുക്കാണ് ശരിക്കും മറ്റുള്ള വാഹനങ്ങളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് പോർഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു കണക്റ്റഡ് DRL വരുന്നുണ്ട്. അതുപോലെ തന്നെ LED ഹെഡ്ലൈറ്റ് വിത്ത് കോർണർ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ MGയുടെ ഒരു ഇല്യൂമിനേറ്റിംഗ് ലോഗോ. ഇത് രാത്രിയാണ് നല്ല ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത്. പിന്നെ മോറിസ് ഗാരേജിന്റെ ഒരു ക്രോം എലമെന്റ്. 360 ക്യാമറ ഇവിടെയാണ് വരുന്നത്. താഴെ ഒരു എയർ ഡാം യൂണിറ്റ്. അതുപോലെ തന്നെ ഇതൊരു ആക്സസറീസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റ്, പിന്നെ ഒരു കോർണർ ബമ്പർ പ്രൊട്ടക്ടർ ഉണ്ട്. അതും ആക്സസറീസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ വിശാലമായിട്ടുള്ള ഒരു വിൻഷീൽഡാണ്. സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ 18 ഇഞ്ചിന്റെ ഒരു ഡയമണ്ട് കട്ട് അലോയ് വീലാണ് വരുന്നത്. അത്യാവശ്യം വലിയൊരു ടയർ സൈസാണ്. പിന്നെ ഇതൊക്കെ ആക്സസറീസിന്റെ ഭാഗമാണ്. ഈ ഒരു സൈഡ് മൗൾഡിങ്ങും അതുപോലെ തന്നെ വിത്ത് ക്രോം എലമെന്റ് ഒക്കെ. പിന്നെ ഒരു വെതർ ഡിഫ്ലക്ടർ വരുന്നുണ്ട്. അതും ആക്സസറീസിന്റെ ഭാഗമാണ്. പിന്നെ ഒരു ORVM ഗാർണിഷ്. ഇവിടെയാണ് ഒരു ക്യാമറ വരുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആണ് നമ്മുടെ ഇതിന്റെ ഒരു ചാർജിങ് പോർട്ട് വരുന്നത്. ഒരു സ്ലോ ചാർജിങ് നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാനുള്ള ഇതിൽ AC സ്ലോ ചാർജിങ് ഈ പോർട്ടാണ്. പിന്നെ അത്യാവശ്യം ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് ഉപകരിക്കുന്ന ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ചാർജിങ് പോർട്ട് വരുന്നത്. ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം 186 mm ആണ്. അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് MG പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വിൻസറിന്റെ റിയർ പോർഷൻ. ഒരു കണക്റ്റഡ് ടെയിൽ ലാമ്പ്, പിന്നെ വിൻസറിന്റെ ബാഡ്ജിങ്, MG ലോഗോ, അതുപോലെ തന്നെ 360 ക്യാം ഇവിടെ വരുന്നുണ്ട്. 4 പാർക്കിംഗ് സെൻസറുകൾ. ഇത് റിയർ സ്കിഡ് പ്ലേറ്റ് ആക്സസറീസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. വിത്ത് ക്രോം എലമെന്റ്. ഒരു പാർക്കിംഗ് റിഫ്ലക്ടർ വരുന്നുണ്ട്. പിന്നെ EV ബാഡ്ജിങ്, പിന്നെ ഡിഫോഗർ ലൈൻ, അതുപോലെ തന്നെ ഷാർഫിൻ ആന്റിന. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു റിയർ പോർഷൻ പറയാൻ വിൻസറിന്റെ. അടുത്ത വിൻസറിന്റെ ബൂട്ട് സ്പേസ് ആണ് മറ്റൊരു ഹൈലൈറ്റ് ആണ്. 604 ലിറ്റർ ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ഈ സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ബൂട്ട് സ്പേസ് ഉള്ള ഒരു വാഹനമാണ് വിൻസറിലൂടെ MG പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സ്പേസിലൂടെ നമുക്ക് താഴെ വിശാലമായിട്ട് മറ്റ് സാധനങ്ങളൊക്കെ വെക്കാനും പറ്റും. പിന്നെ നമ്മൾ ചാർജിങ് കേബിളൊക്കെ ഇവിടെയാണ് വെക്കുന്നത്. അപ്പോൾ എന്നിരുന്നാലും ഇതിലും വിൻസർ ആ ഒരു ക്വാളിറ്റി കാണിച്ചു. വിൻസറിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ ഇന്റീരിയർ സ്പേസ് ആണ്. അത് ബിസിനസ് ക്ലാസ് ഫീൽ തരുന്ന ഒരു ഇന്റീരിയർ സ്പേസ് തന്നെയാണ്. നമുക്ക് എന്തായാലും അകത്തോട്ട് പോകാം. അപ്പോൾ ഇതിന്റെ ഒരു ഡോർ ഹാൻഡിലേക്ക് വരുന്നതാണ് ഫ്ലഷ് ഡോർ ഹാൻഡിൽ. പിന്നെ ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ഡോർ ക്വാളിറ്റി അല്ലെങ്കിൽ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ ഡോർ തുറക്കുമ്പോൾ തന്നെ അറിയാം. ഇതിന്റെ പവർ വിൻഡോ എന്ന് പറയുന്നത് 1 ടച്ച് ആണ്. പിന്നെ ഇവിടെയൊക്കെ ഒരു പ്ലാസ്റ്റിക് ടച്ച് ആണ് വരുന്നത്. ഇവിടെ ഒരു ലെതർ ടച്ചും വരുന്നുണ്ട്. ഇത് ആംബിയൻ ലൈറ്റിന്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്നതാണ്. പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ അത് സ്പീക്കർ പോലെ തോന്നും. പക്ഷെ സ്പീക്കർ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സീറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റാണ്. ഇത് നമുക്ക് ഹൈറ്റ് കൂട്ടാം, അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് വിൻസറിന്റെ 2 സ്പോക്ക് സ്റ്റിയറിംഗ്. ശരിക്കും വളരെ കംഫോർട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് ആണ്. പിന്നെ ഇതിന്റെ ഒരു ഡ്രൈവ് മോഡൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇതിൽ തന്നെ നമുക്ക് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിന്റെ പാർക്കിംഗ് വരുന്നത് ഇവിടെ ആയിട്ടാണ് വരുന്നത്. നമ്മൾ പാർക്കിംഗ് ശരിക്കും ഈ സെൻട്രൽ കൺസോളിൽ നമുക്ക് ശരിക്കും ഡ്രൈവ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസിനെസ് ആണ്. കാരണം ഇങ്ങോട്ട് നമ്മൾ കുനിഞ്ഞ് നോക്കി നമുക്ക് ഡ്രൈവ്, റിവേഴ്സ് ഒന്നും ഇടണ്ട. എല്ലാം ഇതിൽ തന്നെ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഈസിനെസ് ആണ്. പിന്നെ ഇവിടെയാണ് ശരിക്കും നമ്മുടെ വൈപ്പറിന്റെയും അതുപോലെ തന്നെ നമുക്ക് ഓട്ടോ വൈപ്പർ വേണമെങ്കിൽ ചെയ്യാം, മാനുവലിയും ചെയ്യാം. അതുപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ ഒക്കെ ഈ പോർഷനിലാണ് വരുന്നത്. സ്റ്റിയറിംഗിൽ തന്നെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ആണ്.
നമുക്കിപ്പോൾ ORVM നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോള്, ഓളിയുമൊക്കെ നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇൻഫോർടൈൻമെന്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഏകദേശം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സേഫ്റ്റി ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ 6 എയർ ബാഗുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ AC ഫിസിക്കൽ സ്വിച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഇൻഫോർടൈൻമെന്റിൽ എപ്പോഴും പോകണ്ട, ഇതിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന്റെ സെൻട്രൽ കൺസോളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കപ്പ് ഹോൾഡർ ആണ്. ഇവിടെ നമുക്ക് 2-3 കപ്പുകളൊക്കെ സുഖമായിട്ട് വെക്കാം. അതുപോലെ ഇവിടെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. 12 വോൾട്ടിന്റെ ഒരു ചാർജിങ് പോർട്ടാണ്. ഇവിടെ അത്യാവശ്യം നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെയും കുറച്ച് സാധനങ്ങൾ കൂടുതലായിട്ട് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു C-ടൈപ്പ് ചാർജിങ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് വിശാലമായിട്ട് ഇവിടെ നമുക്ക് അത്യാവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ വെക്കാം. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഗ്ലൗ ബോക്സ്, അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള ഡാഷ്ബോർഡ്. നമുക്ക് അത്യാവശ്യത്തിന് എന്തെങ്കിലും ഫയലൊക്കെ വേണമെങ്കിൽ തന്നെ ആ ഒരു പോർഷനിലൊക്കെ വെക്കാം. പിന്നെ 2 ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. അവിടെ ഒരു ബോട്ടിൽ വെക്കാം. ഇവിടെ നമുക്ക് 2 ബോട്ടിൽ ഹോൾഡർ വെക്കാം. പിന്നെ ഇതിന്റെ ഒരു AC വെന്റൊക്കെ ആണെങ്കിലും വളരെ ഒരു പ്രീമിയം ലുക്കിലാണ് കൊടുത്തിട്ടുള്ളത്. AC കൂളിങ്ങും അത്യാവശ്യം നല്ല കൂളിംഗ് ഉള്ളതാണ്. വിൻസറിന്റെ ഒരു സെക്കൻഡ് ഹാർട്ട് എന്ന് വിശേഷിപ്പിക്കാം ഇതിന്റെ ഇത്രയും 15.6 ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റ്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ്. ശരിക്കും ഈ ഒരു സെഗ്മെന്റിൽ ഇത്രയും വലിയൊരു ഇൻഫോർടൈൻമെന്റ് മറ്റൊരു വാഹനങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല. എന്നാലും അതൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇതിന്റെ നോക്കിയ 360 വ്യൂ ഇത്രയും വിശാലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതും ഒരു വളരെ അത്യാവശ്യത്തിന് ക്ലാരിറ്റി ഉള്ള ഒരു 360 ക്യാമാണ് തന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ 8 ഇഞ്ചിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും തന്നിട്ടുണ്ട്. ഇൻഫോർടൈൻമെന്റിൽ തന്നെ നമുക്ക് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും ഉണ്ട്. പിന്നെ ഓർവിയോ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ്. ഇതിന് ഇന്റർനെറ്റ് ഇൻബിൽറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ജിയോ സാവനിലേക്ക് നമുക്ക് പാട്ടൊക്കെ ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ ഡ്രൈവിംഗ് മോഡിലേക്ക് വരികയാണെങ്കിൽ എക്കോ പ്ലസ്, എക്കോ നോർമൽ, സ്പോർട്സ്, അങ്ങനെ 4 ഡ്രൈവ് മോഡ്സ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ട്. ലൈറ്റ്, നോർമൽ, ഹെവി. നമുക്ക് അത്യാവശ്യത്തിന് റേഞ്ച് ഒക്കെ കീപ്പ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് എക്കോ ഒക്കെ ഇട്ട് ഓടിക്കാം. കുറച്ച് ട്രാഫിക് അല്ലെങ്കിൽ നല്ലൊരു ബ്ലോക്കുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഹെവി ഇടുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് ആക്സിലേറ്റിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി സ്ലോ ആയിക്കോളും. നമുക്ക് കൂടെ ബ്രേക്കിംഗ് ഒഴിവാക്കാം. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഞാൻ കൂടുതലും എക്കോ നോർമലിലാണ് സാധാരണ ഓടിക്കാറ്. നോർമൽ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ നോർമൽ ഒരു ഹൈവേയിലേക്കാണെങ്കിൽ നോർമലാണ് ഏറ്റവും കുറച്ചും കൂടെ കൂടുതലായിട്ട് നമുക്ക് നല്ലത്. കാരണം ഒന്ന് സ്പോർട്സിന്റെ ഒന്നും ആവശ്യമേ വരുന്നില്ല. കാരണം നോർമലി തന്നെ അത്യാവശ്യത്തിന് നല്ലൊരു സ്പീഡി ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. വിശാലമായിട്ടുള്ള ഒരു റിയർ സ്പേസ് ആണ് വിൻസറിലുള്ളത്. ശരിക്കും വിൻസറിന്റെ മറ്റ് ഹൈലൈറ്റുകളിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമാക്കുന്ന ഈ ഒരു റിയർ പോർഷനാണ്. അത്യാവശ്യത്തിന് നല്ല ഹെഡ് റൂമും ലെഗ് റൂമൊക്കെ ഉണ്ട്. ഒരു ആചാനുബാഹമായിട്ടുള്ള ഒരാളിരുന്നാൽ പോലും വിശാലമായിട്ട് ഇരിക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ല സ്പേഷ്യസ് ആണ് ഇതിന്റെ ഒരു റിയർ സീറ്റും ഈ ഏരിയയും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടും ഉണ്ട്. ലോങ് യാത്രകൾക്കൊക്കെ റിയർ പോർഷനിൽ വിശാലമായിട്ടിരുന്ന് പോകാം. അതുകൊണ്ട് തന്നെ ഇതിനെ ബിസിനസ് ക്ലാസ് സീറ്റ്സ് എന്നാണ് വിൻസർ വിശേഷിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനെ ഒരു 135 ഡിഗ്രിയിൽ നമുക്ക് ഇതിനെ റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വിശാലമായിട്ടിരുന്ന് സുഖമായിട്ട് നമുക്ക് ഉറങ്ങി യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് റിയർ പോർഷൻ. അപ്പോൾ വിൻസർ അതിലും ടോപ്പാണ്. പിന്നെ ഇവിടെയും നമുക്ക് ബാക്കിലും 2 കപ്പ് വയ്ക്കാൻ പറ്റുന്ന ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. അപ്പം അതൊരു കംഫോർട്ട് തരുന്നുണ്ട് അവർ. റിയർ AC വെന്റ് ഇവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് ഉണ്ട്. നമുക്ക് ഒരു ഡ്രൈവിലേക്ക് പോവാം. ഡ്രൈവിലേക്ക് പോകുന്ന മുമ്പ് ഏറ്റവും ഹൈലൈറ്റ് ഇതിന്റെ കീ ആണ്. ഇതിൽ നമുക്ക് പുഷ് ബട്ടൺ, സ്റ്റാർട്ട് ബട്ടൺ ഒന്നും ഇല്ല. ജസ്റ്റ് കീ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഡ്രൈവിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ബ്രേക്ക് ചവിട്ടി ഡ്രൈവിലിടുന്നു. ജസ്റ്റ് ഒന്ന് നമുക്ക് ഒരു ചെറിയൊരു ഡ്രൈവ് പോവാം. നമുക്ക് ചെറിയ ഇതുപോലത്തുള്ള ഒരു മോശം റോഡിലേക്ക് വരികയാണെങ്കിൽ ഒരു സസ്പെൻഷൻ പ്രോബ്ലം ഫീൽ ചെയ്യാറുണ്ട്. ചെറിയൊരു ബോഡി റോളിംഗ് ഉണ്ട് വണ്ടിക്ക്. അത് വിൻസറിൽ പൊതുവേ പറയുന്ന ഒരു ഞാൻ കേട്ടിട്ടുള്ളതിൽ ഒരു കംപ്ലൈൻ്റ് ആണ് ഈ ഒരു സസ്പെൻഷൻ പ്രോബ്ലം. അത് എനിക്കും ഈ പറഞ്ഞ പോലെ മോശം റോഡുകളിൽ കുറച്ച് ബോഡി റോളിംഗ് ഇതുപോലെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഇനി കയറാൻ പോകുന്ന ഒരു
നല്ല പ്ലെയിൻ റോഡിലേക്കാണ്. അപ്പോൾ വണ്ടിയുടെ ഒരു ഇൻസ്റ്റന്റ് ടോർക്ക് ഒക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം. നമുക്കറിയാം EV വാഹനങ്ങളിലെ ഇൻസ്റ്റന്റ് ടോർക്ക് പറയാതെ തന്നെ അറിയാം IC വാഹനങ്ങൾ കാട്ടി കുറച്ചും കൂടെ പവറാണ്. അപ്പം നോർമൽ തന്നെ നമ്മുടെ ഇപ്പം നല്ല റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാല് ഒന്ന് കൊടുത്തതേ ഉള്ളൂ. 136 ഇതിന്റെ ഹോഴ്സ് പവർ. ടോർക്ക് വരുന്നത് 200 NM ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു കാല് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ്. നല്ല റോഡുകളിൽ നല്ല ഒരു സ്പീഡി ആയിട്ട് നമുക്ക് ജസ്റ്റ് റൈഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഫീലും തരും. ടേണിംഗ് റേഡിയസ് ഒക്കെ വളരെ വിശാലമാണ്. നോർമലിൽ ഇട്ടാൽ തന്നെ നമുക്ക് വളരെ നല്ല കാല് ജസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ഇൻസ്റ്റന്റ് ടോർക്ക് നമുക്ക് ഫീൽ ചെയ്യും. 136 ഹോഴ്സ് പവർ ആണ്. 200 NM ടോർക്കാണ് ഇതിന്റെ ടോർക്ക് വരുന്നത്. നോർമൽ മോഡിൽ നിന്ന് നമുക്ക് ഒരു എക്കോ മോഡ് ഇട്ടോ. എക്കോ മോഡ് ശരിക്കും കുറച്ച് റേഞ്ച് കൂടുതൽ തരുന്നതാണ്. അതുപോലെ തന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഞാൻ പറഞ്ഞു. നമുക്ക് അത്യാവശ്യത്തിന് ട്രാഫിക് ഉള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഹെവി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആക്സിലേറ്റർ ജസ്റ്റ് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി സ്ലോ ആയിക്കോളും. ബ്രേക്ക് അധികം അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരില്ല. അത് ടയർ ലൈഫിന് നല്ലതാണ്. ടയർ ലൈഫ് ലാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ബ്രേക്ക് പാഡും അധികം കംപ്ലൈൻറ്റ് വരാതെ പോകും. അപ്പോൾ അതുകൊണ്ട് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൽ ഹെവി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നല്ല ട്രാഫിക്കുള്ള സാഹചര്യങ്ങളൊക്കെ ഇടുന്നത് ബെറ്ററാണ്. അല്ലാത്തപ്പോൾ ഹൈവേയിലാണെങ്കിൽ നോർമലും റീജനറേറ്റീവ് ബ്രേക്കിംഗ് നോർമലോ ലൈറ്റോ ഇട്ട് ഓടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ നല്ലത്. വിൻസറിന്റെ നമ്മളിപ്പം റേഞ്ചിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്കിപ്പം 4500 കിലോമീറ്റർ ആയി. ഇതിൽ എനിക്ക് അവർ ശരിക്കും MG പറയുന്ന ഒരു ക്ലെയിം റേഞ്ച് 332 ആണ്. അത് ഫുൾ ചാർജ് ചെയ്താൽ ശരിക്കും 1% വരെ ഓടാൻ 332 ആണ് പറയുന്നത്. അത് ശരിക്കും ഒരു 300+ കിലോമീറ്റർ എന്തായാലും കിട്ടും. അതിലൊരു സംശയമില്ല. കാരണം MG എന്ന് പറയുന്ന ഒരു റിലയബിലിറ്റി ആ ഒരു ബ്രാൻഡിനുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന റേഞ്ചും പക്കയാണ്. പിന്നെ ഞാൻ കൂടുതലും 20% താഴെ ഓടിക്കാറില്ല. 20% ആകുമ്പോൾ തന്നെ ഞാൻ ചാർജിൽ ഇടാനുള്ള പതിവ്. അപ്പം ഒരു 100 to 20%, ഒരു 80% റണ്ണിങ്ങിൽ ഒരു 260 250 എന്തായാലും നമുക്ക് മര്യാദയ്ക്ക് ഓടിച്ചാൽ കിട്ടും. അപ്പോൾ അതൊരു റേഞ്ചിന്റെ കാര്യത്തിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഹൈവേയിലും എനിക്ക് നല്ല റേഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലും MG ആ ഒരു വിശ്വാസ്യത കാണിച്ചിട്ടുണ്ട്. മറ്റ് ബ്രാൻഡുകളെ പോലെ അല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഓൾ ഓവർ വിൻസറിന്റെ ഒരു റിവ്യൂ. 3 മാസമായി എടുത്തിട്ട് ഏകദേശം 4500 കിലോമീറ്റർ ഓടിയേണ്ട ഒരു ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. കാരണം വിൻസറിനെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഒരു വാല്യൂ ഫോർ മണിയാണ്. കാരണം ഞാൻ ഓൺ റോഡ് എനിക്ക് 18 ലക്ഷമാണ് ആയത്. ഒരു 20 ലക്ഷത്തിന് താഴെ EV കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നതിൽ ഉറപ്പായിട്ടും വിൻസർ നിങ്ങൾക്കൊരു വർത്ത് തന്നെയായിരിക്കും. പിന്നെ ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞാൻ വേറെ കാര്യം വിട്ടുപോയി. ഇത് സെക്കൻഡ് ഓണറിന് ഇപ്പം ഞാനൊരു 5 വർഷം കഴിഞ്ഞിട്ട് ഇത് വിൽക്കുകയാണെങ്കിൽ ആക്ച്വലി ഇതിനൊരു റീസെയിൽ വാല്യൂ കൂടിയുണ്ട്. കാരണം സെക്കൻഡ് ഓണറിന് MG 8 വർഷവും 1,60,000 കിലോമീറ്ററും വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പം EV കാറുകൾക്ക് റീസെയിൽ വാല്യൂ ഇല്ല എന്നുള്ളതായിരുന്നു മുമ്പുള്ള ഒരു പ്രചാരണം. പക്ഷേ ഇനി അതിന് ഒരു പ്രചാരണത്തിന് അർത്ഥമില്ല. കാരണം റീസെയിൽ വാല്യൂ ഉണ്ടെന്ന് പറയാം. കാരണം സെക്കൻഡ് ഓണറിന് 8 വർഷം 1,60,000 കിലോമീറ്റർ കൊടുക്കുകയല്ലേ. അപ്പോൾ അതിന് MGക്ക് ഒരു പ്രത്യേക ഹാറ്റ്സ് ഓഫ്. അപ്പോൾ എൻ്റെ ഈ റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു, ഉപകാരപ്രദമായെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ഓരോ നോട്ടിഫിക്കേഷനും ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ കണ്ടന്റുമായിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ഷർഷ.